കഴിഞ്ഞ ദിവസം ആലപ്പുഴ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നോക്കൂ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകന്മാർ കഠിന പ്രയത്നം കൊണ്ട് സാധിച്ചു എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുകയും ഏത് മണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് പതിവിൽ കവിഞ്ഞ രീതിയിൽ മുന്നേറാൻ സാധിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് നമുക്ക് എത്രമാത്രം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. അതെപ്പോഴും ഒരു പാർട്ടി പ്രവർത്തനം വിലയിരുത്തൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ആലപ്പുഴയിലുള്ള മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ മീറ്റിങ്ങിനകത്ത് ഉണ്ടായിരുന്നത്. എത്രയോ വർഷം 10, 20, 25 വർഷം പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മുതിർന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ ജോർജ് കുര്യൻ വന്നിരുന്നു. നല്ല രീതിയിലുള്ള ഒരു ചർച്ചയാണ് അവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച് മുന്നേറാൻ സാധ്യതയുണ്ട് എന്നാണ് അവലോകന യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. മാത്രവുമല്ല, മാധ്യമ സുഹൃത്തുക്കൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നുമില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ ചായയും കുടിച്ച് പിരിഞ്ഞിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല.